ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. സൂപ്പ് കഴിക്കല് എനിക്ക് കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞാനും പോകണം കഴിക്കാൻ. അപ്പം നമ്മളിന്ന് ന്യൂ ഇയർ പ്രമാണിച്ച് കൊണാർക്ക് ടൗണിലേക്കൊന്ന് ഇറങ്ങിയതാണ്. കൊണാർക്കിലെ രാത്രി കാഴ്ചകളാണിത്. അപ്പോൾ കൊണാർക്ക് ചന്ദ്രബാഹ ബീച്ചിലേക്കൊക്കെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കൊണാർക്ക് ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ കൊണാർക്കിലെ ചന്ദ്രബാഹ ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇതാ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ വട്ടത്ത് കറക്കുന്ന പോലത്തെ ഒരു കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കതൊരു രസമാണ്. കുഞ്ഞുങ്ങൾക്ക് ബോട്ടൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. വലിയ തിരക്കില്ല, കാരണം തിരക്കെന്ന് പറയാൻ രാത്രിയാണല്ലോ. റോഡ് സൈഡ് ആയതുകൊണ്ടാണ്. ദൂരമാണെങ്കിൽ അങ്ങനെ രാത്രി ഇപ്പോൾ ബീച്ചിൽ എന്ത് കാണാനാണ്. അപ്പോൾ തൊട്ടടുത്ത് റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ അടുത്തായതുകൊണ്ട് ഒന്ന് നിർത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല രസമുണ്ട്, പക്ഷേ നല്ല തണുപ്പായിരുന്നു. ന്യൂ ഇയർ ആണ്. അപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. അടിപൊളി കാഴ്ചകളൊക്കെ ഇനിയുണ്ട്. ഞങ്ങൾ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. കടലിൻ്റെ പരിപാടി ശക്തിയായിരിക്കും. ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. രാത്രികാലം ഇതാ കണ്ടില്ലേ, നമ്മൾ റോട്ടിൽ കൂടെ മെയിൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ ബീച്ച് കാണുന്നുണ്ടോ. അത്രയും അടുത്തായതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി ഒന്ന് കാണാൻ പോയത്. അപ്പോൾ രാത്രി പൊതുവേ ഇങ്ങനെ കടലിൻ്റെ തിരകൾക്കൊക്കെ ശക്തി ഭയങ്കരമായി കൂടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു, നല്ല ശക്തിയിലാണ് അത് വന്നടിച്ചത്. അപ്പം ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു കാഴ്ച, നല്ലൊരു ഭംഗിയായ ഒരു ഇതൊക്കെ ഉണ്ട്. ഈ ഡിസംബർ മാസത്തിലൊക്കെ, ഡിസംബർ ജനുവരിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഫെസ്റ്റിവൽ പോലെയാണ്. ഡിസംബർ 1, 2, 3, 4, 5 കൊണാർക്ക് ഫെസ്റ്റിവലായിരുന്നു. ഡിസംബർ 1 തൊട്ട് 5-ാം തീയതി വരെ കൊണാർക്ക് ഫെസ്റ്റിവലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ കൊണാർക്ക് ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ഒക്കെ മിസ്സായി. ഇനി അടുത്ത വർഷം ഇടാം. അപ്പോൾ അതുപോലെ തന്നെ ഫെസ്റ്റിവൽ 5-ാം തീയതി കഴിഞ്ഞതോടെ തുടങ്ങുന്നതാണ്. ഇക്കോ റിട്രീറ്റ് എന്ന് പറയുന്ന ഒരു കൊണാർക്കിലെ ഒരു പ്രോഗ്രാമാണ്. വലിയ ഇതില്ല, ഫോറിനേഴ്സിനൊക്കെ അവിടെ കടൽ തീരത്ത് വന്ന് താമസിക്കാനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് താഴേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ വിട്ടിട്ടുണ്ട് പഴയ വീഡിയോയിലൊക്കെ. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇത് വർഷത്തിലൊരിക്കൽ ഈ കടൽ തീരത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ മ്യൂസിക്കൊക്കെ ഇട്ട് പാട്ടും ഡാൻസും ഒക്കെ. ഇപ്പം നമ്മൾ പോയപ്പോൾ കുറച്ച് ലേറ്റായല്ലോ, അപ്പോൾ ഒരു പരിപാടികളൊന്നുമില്ല. കാരണം ന്യൂ ഇയറിൻ്റെ അന്നാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതിൻ്റെ തലേന്നൊക്കെ നല്ല ആഘോഷമായിരുന്നു. ഒരുപാട് വാഹനങ്ങളൊന്നും നിർത്തി വെക്കാൻ സ്ഥലമില്ലായിരുന്നു. അപ്പം ന്യൂ ഇയറിൻ്റെ ഈ സന്ധ്യ രാത്രി ആകാനായപ്പോൾ എല്ലാവരും ക്ഷീണം കൊണ്ടൊക്കെ പോയി. ഇതാ അവിടെ ആ ലൈറ്റ് കാണുന്നിടത്താണ്. അവിടെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് എൻജോയ് ചെയ്യാനൊരു ഹോട്ടൽ പോലെയൊക്കെയാണ്. നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ നിന്നിട്ടില്ല. അവിടെ എല്ലാവരും ഡ്രിങ്ക്സൊക്കെ അടിക്കുന്ന അതൊക്കെ ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ സൈഡിൽ കൂടെ കടൽ തീരത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അതൊരു രസം. അപ്പോൾ ഇന്നലെയൊക്കെ വരികയാണെങ്കിൽ, ന്യൂ ഇയറിൻ്റെ തലേന്ന് വരികയാണെങ്കിൽ ഭയങ്കര ആഘോഷമായിരുന്നു. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര മേളമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വന്നത് കാരണം വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട്
അപ്പോൾ നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ വേഗം പെട്ടെന്ന് തന്നെ വന്നു. അപ്പോൾ അവിടെ ഫാമിലിയായിട്ടും അല്ലാതെ പയ്യൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ അടിക്കുന്ന കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറിയില്ല. നമ്മൾ പുറത്ത് തന്നെ നിന്ന് നോക്കി നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ ഇത് റോഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. അപ്പോൾ ഈ ടെൻറ്റ് പോലെ കെട്ടിയിരിക്കുന്നതൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. ഇതും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളതായിരുന്നേ. അപ്പോൾ ഇവിടെയും അതിൻ്റെ ഉള്ളിലേക്ക് ആരും കയറ്റി വിടുന്നില്ല. അവിടെ റൂം എടുത്ത് താമസിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് വിടുന്നുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും യാത്രയായി. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള മാലകളും ലൈറ്റും ഒക്കെ കണ്ടപ്പോൾ അവിടെ ഒന്ന് കാറ് നിർത്തി. എന്നാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അത് കാണാൻ പോയി. അപ്പോൾ അത് മോനും റോട്ടിൽ നിന്നിട്ട് അങ്ങനെ അവരെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്ന് കാണാൻ പോകാം. എല്ലാം കൊണാർക്കിലാണ്. ഈ കൊണാർക്കിലെ വിശേഷങ്ങളാണ് ഫുള്ള്. കൊണാർക്ക് ബീച്ചും ഇതും ഈ ലൈറ്റൊക്കെ കാണുന്നതും കൊണാർക്ക് തന്നെയാണ്. ബീച്ചിൽ നിന്ന് കുറച്ചൊരു 2 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് വരണം. അപ്പോൾ എന്നാൽ അതൊന്ന് കാണാമെന്ന് പറഞ്ഞു. ഇത് ഗാന്ധി ശില്പ് ബജാർ എന്ന് പറയുന്നൊരു ഇതാണ്. ഹാൻഡ് വർക്കിൽ ചെയ്ത കുറേ ഡിസൈന് ചെയ്ത കൈകൊണ്ട് നിർമ്മിച്ച സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് കാണാം അവിടെ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു ചുവപ്പ് പരവതാനി പോലെ വിരിച്ചിട്ടുണ്ട് സ്റ്റെപ്പ് ഫുള്ള്. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറിപ്പോയിട്ട് വേണം അപ്പുറത്തും പോവാൻ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. നല്ല ലൈറ്റൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് തിരിച്ച് വരുന്ന എൻട്രിയാണിത്. അപ്പോൾ അത് കണ്ടില്ലേ, പോകുന്ന റൂട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പം ആൾ നേരത്തെ പോയി ഫോട്ടോ എടുക്കും, അമ്മ ഫോട്ടോ എടുക്കുമെന്നും പറഞ്ഞിട്ട് പോസൊക്കെ ചെയ്ത് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ വേഗം പോയി നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, ലൈറ്റും പൂമാലകളൊക്കെ ചാർത്തിയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് നമ്മൾ വന്ന വഴി കാണിച്ചതാണ് ഞാൻ. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിലേക്ക് പോയിട്ട് അവിടെ ഒരു വലിയൊരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ അധികം ലൈറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് അങ്ങ് താഴെ ഇറങ്ങിപ്പോയില്ല. ജസ്റ്റ് ഒന്ന് മുകളിൽ നിന്ന് നോക്കിയിട്ട് നമ്മൾ ആ വഴി അപ്പുറത്തേക്ക് പോയതാണ്. അപ്പോൾ ഇത് അങ്ങ് താഴെയാണ് കുളം. പകൽ ഞാനിതൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ മോനും മോളും കൂടി അങ്ങോട്ടേക്ക് ഓടിയതാണ്. അപ്പോൾ പോകണ്ട, അങ്ങോട്ടേക്ക് അധികം ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വന്നു. കൊണ്ട് കെട്ടിയിരിക്കുന്ന കുളമാണ്. അപ്പോൾ നമ്മൾ അതിൽ കൂടെ തന്നെ വന്ന് ഇപ്പുറത്തേക്ക് പോയി. അധികം അവിടെ നിന്നില്ല. അവിടെ കുറച്ച് ഇരുട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഒരുപാട് പേരൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കാഴ്ചകൾ കാണാനൊക്കെ രാത്രിയായാൽ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ലൈറ്റെല്ലാം പിടിപ്പിച്ച് നല്ല മരത്തിലൊക്കെ ലൈറ്റൊക്കെ പിടിപ്പിച്ച് കൊണാർക്ക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ തന്നെ ഫുൾ ലൈറ്റ്സിൻ്റെ ആഘോഷമാണ്. എല്ലാ മരങ്ങളും ഇങ്ങോട്ട് അങ്ങ് വരെ മരങ്ങൾ ഫുള്ള് ലൈറ്റായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹാൻഡ് വർക്ക് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തുണി നെയ്തതും ഈ ശംഖിൻ്റെ കണ്ടോ, ശംഖിൻ്റെ കുറേ കടൽ തീരമൊക്കെ ആയതുകൊണ്ടായിരിക്കും ശംഖിൻ്റെ കുറേ വർക്കുകളൊക്കെ ഉണ്ട്. കണ്ടു നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ. ബാഗ് ഇതൊക്കെ ബാഗാണ്, കൈകൊണ്ട് നിർമ്മിച്ച ബാഗുകൾ. പിന്നെ ചന്ദനത്തിരി ഉണ്ടായിരുന്നു, പിന്നെ ചൂലുണ്ടായിരുന്നു, കുറേ സാധനങ്ങൾ, കുട്ടികൾക്ക് കളിക്കുന്ന സാധനം ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചൂല് കണ്ടപ്പോൾ നല്ല നിന്നിട്ട് തന്നെ അടിച്ചു വരാൻ പറ്റുന്ന നല്ല നീളമുള്ള ചൂല് കണ്ടപ്പോൾ അത് ഒന്നെടുത്തു. ഇതിപ്പോൾ നമ്മളെ ജഗന്നാഥിൻ്റെ ഒരു ഫേസാണ് കൈകൊണ്ട് നിർമ്മിച്ചത്. അപ്പോൾ ഇവിടെ പൂക്കൾ, ഇത് ഈ ചകിരി കൊണ്ടൊക്കെ നിർമ്മിച്ച സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള, പക്ഷെ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നേ. ഇതാണ്ടോ പൂവൊക്കെ ഇട്ട് വെക്കാനും പിന്നെ ചെറിയ മുറങ്ങളൊക്കെ കണ്ടു, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നേ. ഇതുണ്ടോ കുഞ്ഞി മുറം, ഇതൊക്കെ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി വെക്കാനോ തോന്നുന്നു. അപ്പോൾ കുഞ്ഞു മുറങ്ങൾ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ കൊട്ട കൊണ്ട് നെയ്ത കൊട്ട മാതിരിയില്ലേ, അങ്ങനത്തെ ഇതൊക്കെയാണ് ഈ ഫ്ലവറൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ട് അതിനേക്കാളും കുറച്ചും കൂടി വലിയ മുറങ്ങൾ, പിന്നെ ചകരിയുടെ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പം എല്ലാം ഹാൻഡ് വർക്കാണ്, കൈകൊണ്ട് നിർമ്മിച്ച സാധനങ്ങളാണ്. ഇപ്പോൾ ഈ കമ്മലൊക്കെ നോക്കി, ഇതെല്ലാം കൈകൊണ്ട് നിർമ്മിച്ച സാധനങ്ങളാണ്. പക്ഷേ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജോഡി കമ്മലിനെ ചോദിച്ചപ്പോൾ 300, 400 എന്നൊക്കെ റേറ്റ് പറഞ്ഞു. അമ്പോ, അത് കേട്ടപ്പോൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഇത് ഇപ്പോൾ എടുത്ത് കാണിക്കുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു കുഞ്ഞി താറാവ്, അതിന് 350 രൂപ.
അത് കേട്ടപ്പോൾ തന്നെ പറഞ്ഞു വേണ്ട. പിന്നെ വലിയ വലിയ ഡിസൈനൊക്കെ ആയിരുന്നു. എനിക്ക് അങ്ങനത്തെ അത്ര വലിയ ഇടാനൊന്നും ഇഷ്ടമല്ല, മോക്കും ഇഷ്ടമല്ല. പിന്നെ മോനൊരു കുഞ്ഞൊരു ബോൾ ലൈറ്റൊക്കെ കത്തുന്ന ബോൾ വാങ്ങി. അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഇനിയും കാഴ്ചകളൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉച്ചയ്ക്ക് പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് വന്നു. ഇനി രാത്രി പോയാലും ബിരിയാണിയൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രിത്തെ ഫുഡ് ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കണ്ട, വീട്ടിൽ പോയിട്ട് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ലഘുവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് വന്നു. പക്ഷേ കടകളൊന്നും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണത്തിന് പോയി. ഇപ്പോൾ വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നും ഉണ്ടായില്ല. നമ്മൾ തലേന്നായിരുന്നു വരേണ്ടത്. തലേന്ന് വന്നിരുന്നെങ്കിൽ ശരിക്കും അടിച്ചു പൊളിച്ചേനെ. അപ്പോൾ അന്നത്തെ ദിവസമായതുകൊണ്ട് വലിയ എല്ലാ ബഹളങ്ങളും കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഒരു 4 മണിക്കൊക്കെ വരണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കും ബഹളമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനി പെട്ടെന്ന് തന്നെ പോവുക. അപ്പോൾ അവിടെ നിന്ന് ആ സ്ഥലത്തുനിന്ന് വിട്ട്, ഇതെല്ലാം ഈ ടോട്ടൽ കാണിക്കുന്നത് ഞാൻ കൊണാർക്കാണേ. അപ്പോൾ ഇനി ആ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചോളം പുഴുങ്ങിയത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. അപ്പോൾ അത് നല്ല രസമാണ്. ചൂടോടെ പുഴുങ്ങിയതിൽ ചെറുനാരങ്ങയും പച്ചമുളക് ചതച്ചതും ഒക്കെ ഇട്ട് ഇങ്ങനെ അതിൽ പുരട്ടിത്തരും. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആ ചോളം പുഴുങ്ങിയതും കഴിച്ചു. അപ്പോൾ അവിടെ തന്നെ അങ്ങ് ദൂരെ കാണുന്നത് എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയാണ്, ഹോട്ടലാണ്, തിരുപ്പതി ഹോട്ടലിൽ നിന്നാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഫുഡൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾക്ക് ഫുഡൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. അപ്പോൾ ഓരോ ഇളനീരൊക്കെ കഴിച്ച് ഞങ്ങൾ ഇളനീര് കഴിച്ചു, ചോളം വേവിച്ചത് കഴിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ മതി, ലഘുവായിട്ടുള്ളത് മതി, നമുക്ക് ഫുഡൊക്കെ ഉണ്ട് രാത്രിത്തേക്ക്. അപ്പോൾ ഇളനീര് കഴിച്ചിട്ട് ഇളനീര് കൊത്തി അതിൻ്റെ ഉള്ളിലത്തെ തേങ്ങയൊക്കെ കഴിക്കുകയാണ്. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ, കടൽ തീരത്തിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അത് മോനും ചോളം പുഴുങ്ങിയത് കഴിക്കുകയാണ്. മോനും മോളും കഴിച്ചു, ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ അതൊരു പ്രത്യേക സ്പെഷ്യൽ ടേസ്റ്റാണ് ഇവിടുത്തെ. അപ്പോൾ അത് പൊളിച്ച് തരാൻ പറഞ്ഞാൽ അവർ തരും. മോന് പൊളിച്ച് തന്നെ കൊടുത്തായിരുന്നു. നമ്മളിങ്ങനെ കടിച്ച് തന്നു. മോൻ അത് പൊളിച്ചൊരു പ്ലേറ്റിലാക്കിയിട്ടൊക്കെ കൊടുക്കും. അപ്പോൾ ഇവിടെ വീണ്ടും ആ ചോളമൊക്കെ കഴിച്ചതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോഴും ഇങ്ങനെ കൈകൊണ്ട് നിർമ്മിച്ച കുറേ സാധനങ്ങളായിരുന്നു, ചകിരി കൊണ്ട് നിർമ്മിച്ചതും. അപ്പോൾ ഇവിടെയും കുറേ ശംഖിൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ശംഖ് അങ്ങ് കാണുന്ന ആ വലിയ കണ്ണില്ല, അത് ജഗന്നാഥിൻ്റെ കണ്ണിങ്ങനെ വരച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ചൊക്കാനയനോ എന്നാണ് പറയുന്നത്. വലിയ റൗണ്ടുള്ള കണ്ണുള്ള ജഗന്നാഥിനെ ഉപമിക്കുന്ന അങ്ങനെയാണ് ചൊക്കാനയനോ എന്ന്. അപ്പോൾ ഇത് ശംഖാണ്. ഇങ്ങനെ ശംഖൂതൂലേ പൂജാ റൂമിലും അമ്പലത്തിലൊക്കെ, ആ ശംഖാണ്. അപ്പോൾ ആ ശംഖിൻ്റെ തന്നെ വളകളൊക്കെ ഉണ്ട്, ഒരുപാട് വളകളുണ്ട്. ഇവിടെ എല്ലാവരും വളയൊക്കെ ഇടുന്നതുകൊണ്ട് വളകളുണ്ട്. പിന്നെ കുറേ കൈകൊണ്ട് നിർമ്മിച്ച കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, ചകിരി കൊണ്ടും കൈ കൊണ്ടും ഒക്കെ. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കയ്യിലിടുന്ന ബാൻഡ്, പിന്നെ ഇതൊക്കെ കയ്യിലിടുന്ന ബാൻഡാണ്. പിന്നെ ഇതെന്താന്ന് പറഞ്ഞാൽ ആമയില്ലേ, ആമ, അതൊക്കെ ഇവിടെ പൂജാ റൂമിൽ ആമേനെയൊക്കെ വെക്കും. അതാണ് ഈ ചെമ്പിൻ്റെ ഇതിൽ ഉള്ളത്, ആമേൻ്റെ. അതൊക്കെ പൂജാ റൂമിൽ വെക്കാനുള്ളതാണ്. എനിക്കുണ്ട്, പൂജാ റൂമിലൊന്ന് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ പൂജാ റൂമിൽ അത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ആമയുടെ ഇതൊക്കെ നമ്മുടെ ഹാളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ ഗ്ലാസിൻ്റെ ഒന്നുണ്ട് എൻ്റെ അടുത്ത്. ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് ആമേൻ്റെ. നല്ല കുട്ടി ആമ, നല്ല രസമുണ്ട് അത് കാണാൻ. അങ്ങനെ കുറേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളങ്ങനെ ഒന്നും എടുത്തില്ല. കണ്ടില്ല, ശംഖിൻ്റെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞ് ശംഖ്, വലിയ ശംഖ്, അതൊക്കെ ഇങ്ങനെ കാഴ്ചയ്ക്ക് വെക്കുന്നതായിരിക്കും. ഇത് ശംഖിൻ്റെ വളയാണ്. ഇത് ഞാൻ ആദ്യം ഒരിക്കൽ വാങ്ങുമായിരുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും നാശമാവില്ല. ഇതൊക്കെ ചകിരി കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ മോൾ അവിടെ ഒരു സാധനം ഇങ്ങനെ കളിക്കുന്ന എടുത്ത് നോക്കുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ വിട്ടു. എല്ലാം റേറ്റാണ്. അപ്പോൾ ഗുപ്ചുപ്പ് കണ്ടു. ഗുപ്ചുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാനിപ്പൂരിയാണ്. അപ്പോൾ അതും ഒഡീഷ സ്പെഷ്യലാണ് പാനിപ്പൂരി. അപ്പോൾ മോനും മോളും ഒക്കെ പാനിപ്പൂരിയൊക്കെ കഴിച്ചു. ഞങ്ങളപ്പോൾ ഇനി പോവുകയാണ്. വീഡിയോയിൽ വരുന്നവരേക്കും ബൈ, ഗുഡ് നൈറ്റ്. Take care. Happy New Year.